പൂജ കഴിഞ്ഞിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? നമ്മുടെ പിന്നെ പുതിയ സിനിമയാണ്. ഒരു കുടിക്ക് ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ജോണറുള്ള സിനിമയാണ്. ത്രില്ലർ എലമെൻറ്റ്സും ഒക്കെ ഉള്ള അങ്ങനെ ഒരു സിനിമയാണ്. ഷൂട്ട് പിന്നെ അടുത്ത മാസം ആയിരിക്കും തുടങ്ങാൻ പോകുന്നത്. കളങ്കാവിന്റെ വിജയത്തിന് ശേഷമാണോ ഇത് ജേട്ടനോട് സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്? അതെ, കളങ്കാവലിൻ്റെ വിജയത്തിന് ശേഷമാണ്. മുന്നേ ചെയ്തിരുന്നതാണ്. റാഫി സാറ് ഞാനിവിടെ ചേർന്നതാണ്. എന്തൊരു ഡാർക്ക് പരിപാടി അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു പിന്നെ ഒരു റിവേഴ്സ് വർഷിപ്പ് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ചില എലമെന്റ്സ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന, ലോകവ്യാപകമായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഗതിനെ അഡ്രസ്സ് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ റൂട്ടഡ് ആയിട്ടുള്ള അതിന്റെ എലമെന്റ്സിന്റെ പുറകെയുള്ള ഒരു പരിപാടിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പോസ്റ്റർ കാണുമ്പോൾ ഒരു ഫാന്റസി എലമെന്റ് ഒക്കെ അതിൽ ഉൾപ്പെട്ടുന്ന രീതിയിലാണ്. അങ്ങനെ ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള അങ്ങനെ വലിയൊരു ലോകത്തിന് ഉള്ള ഒരു എത്തിനോട്ടമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പറയാൻ പറ്റുന്ന കാസ്റ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പിന്നെ ജയസൂര്യ, അതേപോലെ നൈല ഉഷ, വിജയ് ബാബു, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കുറച്ച് നമ്മുടെ ജിബിൻ കുമാർ, നിരഞ്ജന, പിന്നെ മുബി, അങ്ങനെ കുറച്ച് കളങ്കാവലിനെക്കാട്ടും വലിയ രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ. അങ്ങനെ താരതമ്യം ചെയ്യുന്നതിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് സിനിമയും കുറച്ചും കൂടെ വേറൊരു കുറച്ച് വലിയൊരു വിഷന്റെ പുറത്തുള്ള ഒരു തോട്ടം പരിപാടിയൊക്കെ തന്നെയാണ്. 100-ലധികം വരുന്ന ഡേറ്റ്സ് ഉണ്ട് ഷൂട്ടിംഗ് ഷെഡ്യൂൾ. 100-ലധികം വരുന്ന ഷെഡ്യൂൾ ഉണ്ടോ ഡേറ്റ് ഷൂട്ടിങ്ങിന്? ഉണ്ട്. ഒന്നിലധികം ഉണ്ട്. കേരളത്തിൽ തന്നെയാണ്? അല്ല, ആദ്യത്തെ ഷെഡ്യൂൾ യൂറോപ്പിൽ 1-2 രാജ്യങ്ങളിലായിട്ടാണ് തുടങ്ങുന്നത്. ഇതിന് ആ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത കാരണം അങ്ങനെ ചില കണക്ഷൻസ് ഉള്ളതുകൊണ്ട് യൂറോപ്പിലെ 1-2 രാജ്യങ്ങളാണ് ആദ്യം തുടങ്ങി വെക്കുന്നത്. പിന്നെ കേരളത്തിൽ പോസ്റ്ററിൽ കാണുന്ന ജയസൂര്യ തന്നെ അല്ലേ? അതെ, പോസ്റ്ററിൽ കാണുന്ന ജയേട്ടൻ. ശരി, അടിക്കും.